Hello guys, welcome to our YouTube channel RLG World. Happy Christmas! Happy Christmas! ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൊന്മുടിയിലോട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ എൻ്റെ 2 മാമനും ആൻറ്റിമാരും കൂടെയുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ അറിയാം. ഹലോ ഗായ്സ്, നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഒരു 6-6:30 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് യാത്ര. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊരു 2-2.5 മണിക്കൂർ വേണം അവിടെ പൊന്മുടിയിലോട്ട് എത്താൻ. എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്ന് തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണെങ്കിൽ പൊന്മുടി എന്ത് നന്നായിരിക്കും കേട്ടോ കാണാൻ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ രൂപത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ പൊന്മുടി നല്ലൊരു ബെസ്റ്റ് ട്രാവലിംഗ് പ്ലേസ് ആയിരിക്കും. എൻ്റെ മാമനും മാമിയും ബൈക്കിലാണ് വരുന്നത്. അവർ നല്ല ക്ലിയർ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നുണ്ട്. നമ്മളിതാ ഹെയർ പിന്നൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ പിന്ന് കയറുന്നപ്പോഴും എൻ്റെ ചെവി അടഞ്ഞടഞ്ഞ് വരികയാണ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളാണ്. പക്ഷെ ഇവിടെ നിന്ന് KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ പൊന്മുടിയിലോട്ട്. അങ്ങനെ നമ്മുടെ ബോർഡർ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ മാമനാണ് ടിക്കറ്റൊക്കെ എടുത്തിരുന്നത് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടുത്തെ ആൻറ്റിമാരെല്ലാം ക്രിസ്മസ് തൊപ്പികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ ഗായ്സ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു പൊന്മുടി എത്താനായിട്ട്. അപ്പം കാറിലിതാ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വിനോദമാനുണ്ട്, ഷമാമിയുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട് കേട്ടോ. പൊന്മുടിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സ്വർണ്ണ കിരീടം എന്നാണ് പൊന്മുടി അറിയപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു തീരുന്നില്ല, പൊന്മുടിയിലെത്തിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലൊരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഇത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയിലോട്ട് കയറാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വിനീത് മാമൻ, അഖില മാമി, നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 22 ഹെയർ പിൻ വളവുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് എൻ്റെ ചെവി അപ്പോഴപ്പോഴാടുന്നുണ്ട്. നമ്മളിവിടെ പൊന്മുടി എന്ന് പറഞ്ഞാൽ നിറയെ പാറകളല്ലേ കേട്ടോ. അപ്പം അതിനെയൊക്കെ നമ്മൾ പറയുന്നത് ഗോൾഡൻ വേലിയർ എന്നൊക്കെയാണ്. ഗോൾഡൻ വേലിയർ പാറ. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകും. പക്ഷെ എന്താ ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മല കയറുമ്പം എടുത്താൽ കാല് തെറ്റി ഞാനും വന്ന് വീഴും, ഫോണും വീഴും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. യെസ് ഗൈസ്, അങ്ങനെ ഇവിടെ ഏകാണ്ടൊക്കെ നമ്മൾ കയറി എന്നിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മലയുടെ അവിടെയുള്ള പാറയുടെ ഇടയിൽ കയറിയിരിക്കുകയാണ് ഞാൻ. നല്ല വ്യൂസാണ് കേട്ടോ. മേഘങ്ങളൊക്കെ മഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്.
അമ്മ വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ അനിയത്തി ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അവൾ ചാടി കിടക്കുകയാണ്. എങ്ങാനും കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ട് മറിഞ്ഞേ വീഴും. അതുകൊണ്ട് കുട്ടികളെ സേഫായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നമ്മൾ മല ഇറങ്ങാണ്. ഓക്കെ, നമ്മളിവിടെ എന്താ പറയുന്നത്, ഇവിടെ ഒരു സ്റ്റാച്യൂസ് ഒക്കെ ഉള്ളൊരു ഇതാണ്. അവിടെയൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മൂടൽ മഞ്ഞ് പോലെയൊക്കെ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നുണ്ട്. ഇതാട്ടോ സ്റ്റാച്യു. നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഒരു 11:30 തിരിച്ചു കേട്ടോ. നമ്മൾ ഇനി പോവാൻ പോകുന്നത് മീൻമുട്ടിയിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, മീൻമുട്ടി. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മീൻമുട്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ 8 AM to 4 PM ആണ് കേട്ടോ എൻട്രിങ് ടൈം. ഓക്കെ, അപ്പം എന്താ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് നമ്മളപ്പോൾ അച്ഛനാണെങ്കിൽ കടലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഓടി വന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് കല്ലൊക്കെ എടുത്തെറിഞ്ഞു. അപ്പോൾ നമ്മൾ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കൊടുക്കാതിരിക്കുമ്പോൾ അക്രമികളാവും, നമ്മളെ ആക്രമിക്കുക, അതുകൊണ്ട് കൊടുക്കരുതെന്നൊക്കെ നമ്മളെ ഗൈഡ് ചെയ്ത് തന്നു കേട്ടോ. നമ്മളിതിനെ കൊടുത്തില്ല. നമ്മളിവിടെ വന്നത് മീൻമുട്ടി പ്ലേസ് കാണാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ചെറിയ പാറകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ മരങ്ങൾ കണ്ടോ, വലിയ മരങ്ങൾ, അതിൻ്റെ വേരുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പാവുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോകുമ്പോഴേ കുറച്ച് അട്ടകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ അട്ടകൾ കണ്ടു, നല്ല പാറകളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കണ്ടുപോയി, ഞാൻ പേടിച്ചു പോയി. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ് ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഇറക്കത്തില്ല കേട്ടോ, കാരണം ഇത് ഡേഞ്ചർ സോണാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇറക്കത്തില്ല. പക്ഷെ നമ്മളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, പക്ഷെ നല്ല ഭംഗിയാണിത് കാണുമ്പം. പിന്നെ എന്താ പറയുന്നത്, കേരളത്തിലെ 2ാമത്തെ വലിയ വെള്ളച്ചാട്ടം മീൻമുട്ടിയാണ്. പക്ഷെ അത് വയനാട്ടിലാണ് കേട്ടോ. ഇത് കുഞ്ഞൊരു വെള്ളച്ചാട്ടമാണ്. അത് നമ്മുടെ വിതുരയിലുള്ള മീൻമുട്ടിയിലാണ്, അതായത് പൊന്മുടിക്കടുത്തുള്ള അവിടെ. നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ യോഗില്ല അമ്മണി. നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം അവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു കുഞ്ഞൊരു പാറക്കെട്ടിൽ, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് സേഫാണ്. അവിടെ വരെ കല്ലാർ നദിയിലാണ് നമ്മൾ കളിച്ച്, അവിടെ ഇറങ്ങി കുളിച്ചൊക്കെ കളിച്ച് അവിടെയും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. വിനോദ് മാമനും ഉഷ മാമയൊക്കെ കൂടെയുണ്ട്. നമ്മുടെ വിനീത് മാമനും അഖില മാമിയും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇവിടത്തെ. കുറച്ച് സമയം അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സമയം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. അടി കപ്പിയാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാട്ടിലാണ് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചത്. ഉല്ലാസമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴുതി പോകുന്നുണ്ടായിരുന്നു. അത് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് ജസ്റ്റ് ഒന്ന് കൈവിട്ട് ഡാൻസ് കളിച്ച് പിന്നെ ഒഴുകിപ്പോയി. പെട്ടെന്ന് ഒരു കാലിൽ പിടിച്ച് വെച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന്. ഓക്കെ, നമ്മളവിടെ നിന്ന് അവിടെ കല്ലാർ നദിയിൽ പോയി. ഇത് നല്ല ഭംഗിയുള്ള മനോഹരമായിട്ട് നല്ല അത്ഭുത പാറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ചരിഞ്ഞാണ് ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇത് കാണുമ്പം എനിക്ക് ഗുണാക്കേവ്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മ വരുന്ന. സത്യത്തിൽ പേടിയോ, തൊണ്ടേ കടന്നു കേട്ടോ, തണുപ്പല്ലേ. സത്യത്തിൽ അതേപോലെ ഒരു ആംബിയൻസ് ആണ് എനിക്ക്. പക്ഷെ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ കല്ലുകളൊക്കെ പണിതിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പതിയെ നടന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതി വെച്ചു. ഇതാണ് വിനീത് മാമൻ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെസ്റ്റിംഗ് പ്ലേസ്. സ്ലാബൊക്കെ ഇട്ട്, സ്ലാബല്ല ഹിൽസ്. നമ്മളവിടെ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നെയ്യാർ ഡാമാണ് കേട്ടോ. നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പോകുന്നുണ്ട്. എന്റെ ശബ്ദമൊക്കെ അടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാം എത്തി. നെയ്യാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി കേട്ടോ. നെയ്യാർ ഡാമിന് അടുത്തായി ഏകദേശം 128 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതയിൽ വ്യാപിച്ചു കിടക്കുന്ന വനഭൂമിയാട്ടോ ഇത്. 1958 ഇതിനെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് കഴിഞ്ഞാൽ അഗസ്ത്യകുടം ഇതിനടുത്തായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നെയ്യാർ ഡാം. വെള്ളം പുറത്തേക്ക് ഒഴുകാറുകയാണ്. നല്ല രസമാണല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ മീനൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരും പോലെ തോന്നും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ.
നമ്മൾ ആനയെ കണ്ടു കേട്ടോ. ആന നമ്മൾ അതിന് തുമ്പിക്കൊക്കെ നമുക്ക് ഹായൊക്കെ തന്നു. നമ്മൾ ഇരിക്കുമ്പോൾ ആന ഇരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു നോക്കി, പക്ഷെ ഫലിച്ചില്ല. നമ്മൾ ആടിയപ്പോൾ ആടി കേട്ടോ കൂടെ. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂർ ബോട്ടിംഗ് ആണ് കേട്ടോ അടുത്ത കരയിലോട്ട്. ഇവിടെ ലയൺ സഫാരി പാർക്കൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴില്ല. ഇവിടെ അതേപോലെ തന്നെ ചീങ്കണ്ണി, മാൻ, സിംഹവാലൻ, കുരങ്ങ്, കടുവ, പുലി എന്നിവ വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. നമ്മളിവിടെ 3 ചീങ്കണ്ണിയും കുറച്ച് വയസ്സായ കുരങ്ങന്മാരെയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ക്രോക്കഡൈൽ റീഹാബിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററും ഉണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, ഒരു വാട്ടർ മെലത്തോട് ഒരു കുരങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു വയസ്സായ കുരങ്ങ് ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നമ്മൾ ഇവിടെ വനത്തിലൂടെയൊക്കെ ഒരുപാട് ദൂരം നടന്നു വന്നപ്പോൾ കണ്ടതാണ്. നമ്മളതിന് കുറച്ച് ഐസ്ക്രീം പിന്നെ കടലയും എല്ലാം ഇട്ട് കൊടുത്തു, അത് കഴിച്ചു. ഇതിനെ കണ്ടപ്പോൾ ഈ നല്ലവണ്ണം പേടിയായിട്ടു.
അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതെൻ്റെ മാമിയും മാമനുമാണ്, ഇത് നമ്മളെല്ലാവരുമാണ് കേട്ടോ, നമ്മളിപ്പോൾ എല്ലാവരും. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ കാട്ടാക്കട വിസ്മയിൽ പോയി, അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ കഴിക്കായിരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ശ്രീ കാളിദാസ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 9 മണിക്കുള്ളൊരു ഷോ, അതായത് മോഹൻലാൽ അഭിനയിച്ച ബറോസ് എന്ന് പറയുന്ന കുട്ടികൾക്കായിട്ടുള്ള സിനിമയുടെ ഫസ്റ്റ് ഷോയ്ക്കാണ് നമ്മൾ പോയത്. ഓക്കെ, അതൊരു 3D ഫിലിമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഫാൻറ്റസി മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഇന്നത്തെ 1 ഡേ ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളൊരു 12:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. നമ്മൾ ഇത്രയും നേരം കാത്തിരിപ്പിച്ച ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടന്നു വാങ്ങി. പിന്നെ എനിക്ക് പറയാനുള്ളത് കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു കേട്ടോ ആ ദിവസം മൊത്തം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടന്നത്. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.